ഗായ്സ് അസ്സലാമു അലൈക്കും. കുറേ നാളായില്ലേ നമ്മൾ കണ്ടിട്ട്. നമ്മൾ ഈ വെക്കേഷൻ എന്തൊക്കെയാണ് ചെയ്തതെന്ന് എവിടെയൊക്കെയാണ് പോയതെന്നൊന്നും നമുക്കറിയില്ലല്ലോ. നമുക്കൊരു ചെറിയ വീഡിയോ കാണാം അതിൻ്റെ വിശേഷങ്ങളുമായിട്ട്. ഇപ്പം നമ്മൾ പോകാൻ പോകുന്നത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ടുള്ള ചെറിയൊരു കനാൽ, തോടെന്നൊക്കെ പറയും ചിലർ. ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ. അവിടെ ഒരുപാട് ആഴമൊന്നുമില്ല, നമ്മുടെ മക്കൾക്ക് കളിക്കാനൊക്കെ നീന്തലൊക്കെ പഠിക്കാനൊക്കെ പറ്റിയ ചെറിയൊരു തോട്. ഒരുപാട് ഒഴുക്കുമില്ല, എന്നാൽ ഒഴുക്കുമുണ്ട്. അങ്ങനെ സ്ഥലമാണ് കേട്ടോ. ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് ചേട്ടനനിയന്മാരുടെ മക്കളെല്ലാവരും കൂടെ ഒരു സമയത്ത് വെയിലൊക്കെ ഒന്ന് ആറി കഴിയുമ്പോൾ വന്ന് ചാടി ഒരുപാട് നേരം കിടന്നിട്ടാണ് പോവുക. അന്നൊന്നും ഈ പറഞ്ഞ വെള്ളത്തിൽ ചാടുമ്പോഴും കാറ്റടിക്കുമ്പോഴും ഒന്നും ഒരു പനിയും ചുമയോ ഒന്നുമില്ല. ഇന്നത്തെ പിള്ളേർക്ക് കാറ്റടിക്കാൻ പാടില്ല, പൊടിയടിക്കാൻ പാടില്ല, വെള്ളത്തിൽ കളിക്കാൻ പാടില്ല, അങ്ങനെ എപ്പോഴും അസുഖങ്ങളാണ്. ഇപ്പോൾ ഒരു മാസം എത്ര ആൻറ്റിബയോട്ടിക് കൊടുക്കണം എന്ന് നമ്മൾ ചിന്തിക്കണോടത്ത് അന്ന് ആൻറ്റിബയോട്ടിക് കൊടുക്കണതിനെ കുറിച്ചേ ചിന്തയില്ലാത്ത കാലമാണ്. കുറേയൊക്കെ നമ്മുടെ പേരൻസ് പറയും കേട്ടോ, നമ്മളിങ്ങനെ പിടിച്ചു വെച്ചിട്ടാണ് നമ്മുടെ കുട്ടികൾക്ക് ഒട്ടും ആരോഗ്യമില്ലാതാവണേന്ന്. ഏറെക്കുറെ അതൊക്കെ ശരിയാണ്. നമ്മൾ കുറച്ചും കൂടെ എന്താ പറയുക, ഓവർ കെയറിങ് ആയിട്ടുള്ള പേരൻസായിട്ട് മാറിയോ എന്നൊരു സംശയം ഇപ്പോൾ വരുന്ന തലമുറ. ഏതായാലും ഇങ്ങനെ കുറച്ചൊക്കെ അവരങ്ങോട്ട് അഴിച്ചു വിടാം അല്ലേ? എന്താ നിങ്ങളുടെ അഭിപ്രായം? എന്തൊക്കെ വെള്ളത്തിൽ കിടക്കുമ്പോൾ എന്തൊക്കെ കളിയാ. ആദ്യം മുങ്ങി പൊങ്ങണ ആള്, ഏറ്റവും കൂടുതൽ മുങ്ങി കിടക്കണ ആള്, ഏറ്റവും ഹൈറ്റിൽ നിന്ന് ചാടണ ആള്, കണ്ടുപിടിക്കുന്നത്, അങ്ങനെ എന്തോ ഒരു കളിയായിരുന്നു ബോൾ പാസിങ്. അന്ന് ബോളൊന്നും അല്ല കേട്ടോ കൊണ്ടുപോകുന്നത്, എന്തെങ്കിലും ഐറ്റം വെള്ളത്തിൽ നിന്ന് തന്നെ കിട്ടും. വല്ല തേങ്ങയ, വല്ല പഞ്ഞിയ, എന്തെങ്കിലുമൊക്കെ കിട്ടും. ഇപ്പം ശരിക്കും ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ പഴയ കാലം ശരിക്കും ഓർത്ത് പോകണം കേട്ടോ. ഒരുപാട് പേര് ഇപ്പം ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. താത്തമാരാണെങ്കിലും അനിയത്തിയാണെങ്കിലും അങ്ങനെ എല്ലാവരും ഒരുപാട് പേരെ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിലിതാ ഏറ്റവും ചെറിയ ആൾ 2.5 വയസ്സുള്ളൂ. ആൾക്ക് ഈസി ആയിട്ട് നിൽക്കാവുന്നതേ ഉള്ളൂ. എന്നാലും ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് വച്ച് കെട്ടി കൊടുത്തേക്കണേ കേട്ടോ ആ ബോട്ടിലൊക്കെ. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾക്കത് ഒരു എന്താ പറയുക, ഒരു ഫ്രീഡം ഇല്ല. അപ്പോൾ ആളത് അഴിക്കാൻ പറഞ്ഞ് അഴിച്ച് മാറ്റി. പിന്നെ ആൾ ഫ്രീ ആയിട്ടാണ് കേട്ടോ. ആദ്യമൊക്കെ ഇവയൊക്കെ കുറച്ച് പേടിച്ച് നിന്നെങ്കിലും പിന്നെ ഒരു രസം പിടിച്ച് വന്നു. പിന്നെ എന്താ ചെയ്യണ്ടേന്നുള്ളൊരു ത്രില്ലിൽ നടക്കാറുണ്ട്. അപ്പോഴത്തെ വലിയ ചേട്ടന്മാരൊക്കെ കളിക്കുന്നുണ്ട്. അവരുടെ കളിയൊക്കെ കാണുമ്പോൾ കുറച്ച് പേടിയാവും, മുക്കി പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ച് നമുക്ക് പേടിയാവും കേട്ടോ. ശരിക്കും ഈ വീഡിയോ എടുത്തത് നമ്മുടെ പെരുന്നാളിനൊക്കെ മുമ്പ് എടുത്ത വീഡിയോയാണ്. ഒരു നോമ്പ് കാലത്ത് ഞാൻ വീട്ടിൽ പോയപ്പോൾ വെക്കേഷനായി കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് വെക്കേഷനിൽ പോയതാണ് കേട്ടോ. അപ്പോൾ എടുത്ത വീഡിയോ ആണ്. ജസ്റ്റ് ഒരു മെമ്മറി, ഒരു നൊസ്റ്റാൾജി തോന്നി ഞാൻ എടുത്ത് വെച്ചതാണെങ്കിൽ ഇടണമെന്നൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക്. പക്ഷെ ഇപ്പം ഞാൻ ചിന്തിച്ചപ്പോൾ ചില കാര്യങ്ങൾ പറയാൻ ഇങ്ങനെ ഒരു വീഡിയോ മസ്റ്റാണെന്ന് തോന്നി. കാരണം നമ്മൾ കുട്ടികളെ തീർച്ചയായും നീന്തൽ പഠിപ്പിക്കണം. നീന്തൽ പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ ചിലർക്ക് വെള്ളത്തിൽ നീന്തി മുമ്പോട്ടേക്കും ബാക്കോട്ടൊക്കെ പോകാൻ അറിയായിരിക്കും. പക്ഷെ ചില കാര്യങ്ങൾ ചില കുട്ടികൾ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് കരുതുന്നില്ല. പെട്ടെന്ന് ഒരാൾ വെള്ളത്തിൽ പെട്ടുപോയി എന്ന് വയ്ക്കുക, നമ്മൾ ഓടിപ്പോയി അയാളെ നമ്മുടെ കൈ കൊണ്ടോ നമ്മുടെ ശരീരം കൊണ്ടോ അല്ല അവരെ രക്ഷിക്കേണ്ടത്. നമ്മൾ അവരെ ക്യാച്ച് ചെയ്യണം. ഒരിക്കലും അവർക്ക് നമ്മളെ ക്യാച്ച് ചെയ്യാവുന്ന രീതിയിൽ നമ്മൾ ഒരിക്കലും അവരെ റെസ്ക്യൂ ചെയ്യാൻ പോകരുത്. നമുക്ക് ഒന്നല്ലെങ്കിൽ മുടിയിൽ പിടിക്കുക, അല്ലെങ്കിൽ അവരുടെ ഡ്രസ്സിൽ, അല്ലെങ്കിൽ നമുക്കൊരു തുണി, ഷോള് പോലത്തെ അല്ലെങ്കിൽ തോർത്ത് പോലെ എന്തെങ്കിലും ഇട്ട് കൊടുക്കുക. ഒരിക്കലും നമ്മുടെ കയ്യോ ഒന്നും കൊടുത്ത് നമ്മൾ ആരെയും ഹെൽപ്പ് ചെയ്യരുത്. ഒരു പക്ഷേ നമ്മൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവരെയും രക്ഷിക്കാൻ പറ്റില്ല. ഒരുപക്ഷെ നമ്മുടെ ലൈഫും ഡേഞ്ചറായെന്ന് വരും. അടിക്കാം എടീ, വാ, ചാട്, നിന്നിട്ടേ ആട്. അയ്യേ, കാലെ പിടിച്ച് വലിക്കല്ലേ ഇഷ, കാലെ പിടിച്ച് വലിക്കല്ലേ. എന്താ സുഖല്ലേ? അതിന് മതി, ഞാൻ ചേട്ടായി കുളിച്ചോട്ടെ. പടിയിലേക്ക് വിട വെടത്തേറാണ്.
നിക്കല്ല കുർഷിദേ നിക്ക അങ്ങോട്ട് പോരാ. ചേട്ടനെ മുക്കല്ലേ നിക്കോ. ആ മുക്കല്ലേ പക്ഷെ ഓളല്ല നീകളല്ല വണ്ടി. ആ ആ അവരുടെ മേത്തേക്ക് തെറിപ്പിക്കാണ്ട് ആടട്ടാ. ഇത് കൊറേ ആയി വെട്ടിട്ട്. മതി 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 മതി. എടാ തെറിപ്പിക്കല്ലേ മിക്കോ. മിക്കു തെറിപ്പിക്കല്ലേ. അമ്മയുടെ പുള്ള ഫോണുണ്ടോ? നീന്ത് മോളെ. മോളെ ഇഷ നീന്തിയേ. ഇങ്ങനെ ആക്കി കാല് പൊക്കി കൊടു. ആ അങ്ങനെ അങ്ങനെ 2-3 പ്രാവശ്യം കാണിക്കുമ്പോൾ പഠിക്കുമോ. അപ്പൊ പൊങ്ങി വരും നമ്മള്. മതിയില്ലേ കുറച്ച് കുറച്ച് ചാടാം. എല്ലാ ദിവസം കൂടെ കൊടുത്തു ഒറ്റ ചാട്ടം ചാടിയ പനി വല്ലതും പിടിച്ചാലോ. എങ്ങാനും എല്ലാ വിറ്റാമിൻസും ഉണ്ടല്ലോ. ഒറ്റ ചാട്ടം ചാടണട്ടാ. കാലെടുത്ത് അപ്പോൾ ഗായ്സ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വിശേഷം. നമ്മൾ വെക്കേഷനാണ്, കുറച്ചുകൂടെ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട സമയമാണ്. പവർ കെയറിങ് അല്ല ഉദ്ദേശിച്ചത്, പക്ഷെ നമ്മൾ കുട്ടികൾ വിറ്റ് കുസൃതി ഒപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയങ്ങളാണ് ഇതൊക്കെ. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. വീണ്ടും കാണുന്നത് വരേക്കും ബൈ ബൈ, സി യു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സപ്പോർട്ട്.